Hi dears, I'm Jewel Baby. Welcome to my official YouTube channel, Jewel Baby's World. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. കുറേ പേര് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റൈലിൽ നല്ല രസമുള്ള പ്രൊഫൈൽ പിക്കുകൾ ഇട്ടേക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ തോന്നിയില്ല. സിമ്പിളാണ് ഇത്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറേ പേര് ചെയ്ത് കഴിഞ്ഞു. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ കാർട്ടൂൺ ആപ്പിൽ നമ്മളുടെ ഇമോജീസ് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഈ ഒരു ആപ്പിൽ 13 എണ്ണമൊക്കെയാണ് ഏറ്റവും ആദ്യം വരിക. 13 ഇമോജീസ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അതിൻ്റെ മുകളിലാണ് നമുക്ക് നമ്മുടെ തല വെട്ടി ഒട്ടിക്കാൻ വരുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഫോട്ടോസുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അവർ തരുന്നുണ്ട്. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതോറും കൂടുതൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ടൂൺ ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. TOONAPP, ടൂൺ ആപ്പ്. അൽ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റർ കാർട്ടൂൺ യുവർ സെൽഫ് എന്ന് പറയുന്നത് വരും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്ലേ പ്രൊട്ടക്റ്റിലേക്ക് പോകുന്നതെങ്കിൽ അത് അവിടെ ചെന്നൊന്ന് സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ നമ്മുടെ നേരെ ഫോട്ടോ ഗാലറിയിലേക്ക് പോകുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. അതായത് കുറച്ചും കൂടെ നമ്മളുടെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ സെലക്ട് ചെയ്തു. ഒറ്റയായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഓരോന്നിൻ്റെ എടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. 2 പേർക്കായിട്ടുള്ളതും ചെയ്യാൻ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നേരെ അതിനകത്തേക്ക് വന്നു. 3 ഡേ ഫ്രീ ട്രയൽ എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇയർലി സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചാൽ മതി. ബാക്ക് അടിക്കുമ്പോൾ നേരെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളതിലേക്ക് വരും. പക്ഷേ അതിന് മുമ്പ് ഒരു ആഡൊക്കെ വരും. ഈ ആഡ് കാണിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ക്ലോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. മുകളിൽ എഡിറ്റിൻ്റെ ഓപ്ഷൻ, ആ ഒരു റബ്ബറിൻ്റെ ഓപ്ഷൻ കണ്ടോ, അവിടെയാണ് നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മളുടെ ഇനി ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം കണ്ടോ. ഇതിൻ്റെ താഴെ ആ ഡ്രസ്സിൻ്റെ ഒക്കെ കുറച്ച് കണ്ടോ, നമ്മുടെ ആ നെക്കിൻ്റെ അത്രയും ഭാഗം മാത്രം കിട്ടിയാൽ മതി. ബാക്കി കാർട്ടൂൺ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ആ കറക്റ്റ് കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് കിട്ടുന്നതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ തിക്നെസ്, ബ്ലർ, അതിനനുസരിച്ച് തിക്നെസ്സൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടി കൊടുത്താൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ താഴേക്കുള്ള ഭാഗം ഒന്നും വേണ്ട, അത്രയും നമുക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് നമ്മുടെ തലഭാഗം അതുപോലെ നമ്മുടെ മുടി അതിനൊക്കെ അനുസരിച്ച് നമുക്ക് തന്നെ ഇഷ്ടമുള്ള പോലെ അത് എഡിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ തിക്നെസ് കുറവുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. തിക്നെസ് കൂട്ടുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തിക്നെസ്സും ബ്ലറും നോക്കി എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ആ മുടിയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഫോട്ടോ അത് ഓക്കെ കൊടുക്കാം. ഈ അപ്ലൈ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് പുതുതായിട്ട് വന്ന അവതാർ ഏതാണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അവതാർ കണ്ടോ, ന്യൂ എന്ന് പറയുന്നതാണ് വന്നത് കണ്ടോ. ഒരു ഫുൾ ഡ്രസ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തലയില്ലാത്ത പിക്ചറാണ്. അതിലേക്കാണ് നമ്മുടെ തല കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആ തലയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ തലയുടെ വലിപ്പം കൂട്ടും, സൈഡിലേക്ക് മാറ്റും, തിരിക്കും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് സ്യൂം ചെയ്ത് വലുതാക്കുകയും ചെറുതാക്കുകയും നമ്മുടെ തലയുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ട്യൂൺ ആപ്പിലേക്കൊക്കെ പോയിട്ടാണ് വരിക. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കിത് 3 ഡേയ്സ് ട്രയലല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ താഴെ കണ്ടോ 1, 2, 3 അങ്ങനെ 13 എണ്ണമാണ് ആദ്യം നമുക്ക് ചെയ്യാൻ നേരത്തെ കിട്ടുക. 13 അവതാർ. ആ അവതാറിൻ്റെ മുകളിലാണ് നമുക്ക് നമ്മുടെ തലകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് വരിക. അപ്പോൾ ഇതെല്ലാം നമുക്ക് അപ്പം തന്നെ ഓരോന്നിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ അത് സേവ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഈ 13 എണ്ണവും നമുക്ക് ഓരോരോ അവതാറിൻ്റെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നമ്മൾ കൂടുതൽ ഫോട്ടോസുകൾ മറ്റുള്ളവരുടെ എല്ലാം ഇതിനകത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അവതാർസ് കിട്ടും കേട്ടോ. അതൊന്നും ഓർത്തോണേ എല്ലാവരും. ആദ്യം ചെയ്യുന്നവർ വിചാരിക്കും ആകെ 13 എണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ കൂടുതൽ ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ അവതാർസ് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവതാർസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് കാണിച്ചു തരുന്നത് മാത്രം. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരേ സ്റ്റൈൽ തന്നെ ചെയ്യണമെന്നില്ല. വേറെ ഫോട്ടോസുകളും നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ വേറെ ഫോട്ടോസുകളും ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതേ സ്റ്റൈലിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആദ്യം എനിക്ക് 13 അവതാസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി അവതാസ് അല്ലാതെ നമ്മുടെ റിയൽ ഫോട്ടോ തന്നെ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ നമുക്കിത് പറ്റും. ഈ അവതാറിൻ്റെ ബോഡി ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ അതേ സ്റ്റൈലിൽ വന്നിട്ട് കണ്ടോ, ഈ ഒരു കാർട്ടൂണിൻ്റെ സ്റ്റൈലിൽ വന്നിട്ട് അത് നമുക്കിനി വേറെ സ്റ്റൈലുകളിൽ മാറ്റാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിച്ച് പോവാം. ഈ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളൊന്ന് കാണണമെന്ന് മാത്രം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടോ, ഇതിപ്പോൾ ന്യൂ വന്നതാണ് ഇങ്ങനത്തെ ഒരു അവതാർ. ഇതിൻ്റെ താഴെ ഗേൾസിനുള്ളത്, പിന്നെ 2 പേർക്ക്, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് ലവ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഗേൾസിന് വേണ്ടത്, ബോയ്സിന് വേണ്ടത്, അത് തന്നെ പല സ്റ്റൈലുകളിൽ. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മളുടെ സ്റ്റൈലുകളൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പുതിയ ഫോട്ടോസുകളുടെയൊക്കെ സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പിക്ചർ നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നിലേക്ക് ഒന്ന് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഈ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ആ നെക്കിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ നെക്കിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇതേ ക്രോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് താഴെ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാം. ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ അവതാസിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് റെഡ് വേണമെങ്കിൽ റെഡ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് താഴെ ഓരോന്നുണ്ട്, ഓരോ ലൈറ്റിങ്ങിൻ്റെ, അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യാം. ലൈറ്റിങ്ങിൻ്റെ അതുപോലെ ഓരോന്ന് മാറ്റി നമുക്ക് അതിൻ്റെ തന്നെ 1 2 3 4 5 ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ ഫേസ് തന്നെ ചേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത്, സ്ക്രീൻഷോട്ടല്ല നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാം കേട്ടോ. ഇവർക്ക് പേ ചെയ്ത് വേണമെങ്കിൽ 1 ഇയറിലേക്ക് അല്ലെങ്കിൽ 3 months ഒക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഇനി അതല്ല നമുക്ക് ജസ്റ്റ് 2-3 ദിവസത്തേക്ക് മതിയെങ്കിൽ ഇതുപോലെ ഒന്ന് ബാക്ക് അടിച്ച് പോയാൽ മതി. ആഡ് ഒന്ന് കാണണം എന്ന് മാത്രം. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഈ ആപ്പ് ക്ലോസും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബേബി സൈനിങ് ഓഫ്. ബൈ.